കുരുമുളക്, അതായത് പെപ്പർ. ഇത് വിളവെടുപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ കുരുമുളകിൻ്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. കുരുമുളകെല്ലാം ഇതാ പഴുത്തെല്ലാം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. മൂത്താലാണ് ഇങ്ങനെ ഓരോന്ന് പഴുത്ത് വരിക കേട്ടോ. ഇതൊക്കെ പഴുത്ത് പാകമായില്ലേ. അപ്പം ഇങ്ങനെ പഴുത്ത് പാകമായാൽ പിന്നെ ബാക്കി കൂടെ ഒക്കെ പറിച്ച് ഒന്നിച്ച് പറിക്കുമ്പോൾ എല്ലാം ഒന്നിച്ചങ്ങ് പറിച്ച് വെക്കും. അപ്പോൾ ഇതെല്ലാം പറിച്ച് വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. താഴേന്ന് എത്തുന്നെല്ലാം നിലത്ത് നിന്ന് തന്നെ ഇതാ ഇങ്ങനെയൊക്കെ പറിക്കും കേട്ടോ. പിന്നെ ഉയരത്തിലുള്ളത് ഇതാ ഏണി വെച്ച് കയറി അതിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇതാ അരയിലൊരു ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ചാക്കാണ്. അപ്പോൾ അത് തുറന്ന് നിൽക്കുമല്ലോ. അപ്പം എന്നിട്ട് ഇങ്ങനെ പറിച്ച് കയ്യിൽ നിറയുമല്ലോ. നിറയുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവരിതാ ചാക്കിലേക്ക് ഇങ്ങനെ ഇട്ടു. അങ്ങനെ ഇട്ടിട്ട് എല്ലാം പറിച്ചെടുക്കും. ഉയരത്തിലൊക്കെ ഇതാ വലിയ കോണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഉയരത്തിലൊക്കെ പറിക്കാനായത്. അപ്പം പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ മുറ്റത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് അതിലിട്ടിട്ടാണ് മെതിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അപ്പോൾ ഇതിൻ്റെ മണികളെല്ലാം വേർപെടും ആ തിരിയുന്ന്. അങ്ങനെ മെതിച്ച് പിന്നെ അതിലുള്ളത് ഇങ്ങനെ മെതിച്ചതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് കൂടെ കുറേശ്ശെ ഇട്ടിട്ട് മെതിച്ചെടുക്കും. ഒന്നിച്ച് ചവിട്ടി കൂട്ടിയാൽ ശരിയാവില്ല. അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കും കേട്ടോ. അതാ കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ നീക്കി എടുത്തിട്ട് ഇങ്ങനെ ചവിട്ടി മെതിച്ച് അപ്പോൾ അതിൻ്റെ മണികളെല്ലാം വേർപെടും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടിയതെല്ലാം കൂടി അതിന് ഇങ്ങോട്ട് മാറ്റി വെക്കും. അതായത് മണി തൊഴിഞ്ഞതെല്ലാം വേറെ വെക്കും. അല്ലാത്തത് അതിൻ്റെ തിരിയുണ്ടല്ലോ അതെല്ലാം തെരിഞ്ഞ് മാറ്റി വെക്കും. അതാ കണ്ടോ ഇങ്ങനെ കുടഞ്ഞ് എടുത്തിട്ട് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, കണ്ട ഇടയിൽ പിന്നെ ഉണ്ടോ നോക്കണം. നമ്മളിപ്പോൾ മണി വേർപെടുത്തിയിട്ടുണ്ടല്ലോ ചവിട്ടി മെതിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെയും തിരികളുണ്ടോ നോക്കണം. എന്നിട്ട് അതെല്ലാം ഇതുപോലെ ഉഴിഞ്ഞ് വാങ്ങി ഒരു ഭാഗത്ത് തന്നെ കൂട്ടി വെക്കും. എന്നിട്ട് നല്ല കുരുമുളക് വേറെ ഭാഗത്തേക്ക് ഇങ്ങോട്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ തെരിഞ്ഞു വെച്ച ആ തിരികളുണ്ടല്ലോ അത് പിന്നെ ഒന്നും കൂടെ ചവിട്ടി 2-3 പ്രാവശ്യം ഇതുപോലെ ചവിട്ടി മെതിക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് എല്ലാ മണികളും നമുക്ക് കിട്ടുക. ഇപ്പോൾ അതാ എല്ലാം മെതിച്ച് കഴിഞ്ഞ് നല്ല കുരുമുളക് കിട്ടി. ഇതതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് കളയാം. ഇപ്പോൾ 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങാൻ 2-3 ദിവസമായി കേട്ടോ. ഇനിയും ഉണങ്ങിയിട്ടില്ല. ചിലതെല്ലാം ഉണ്ട് ഇടയിൽ കണ്ട പച്ചയെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല പോലെ ഉണക്കണം. എന്നാൽ നമുക്കിത് പാത്രത്തിലാക്കി വെക്കാം. ഇതാ നല്ല പോലെ ഉണക്കിയെടുത്ത് നമുക്കിതാ നല്ല കറുത്ത കുരുമുളക് കിട്ടി കേട്ടോ. ഇതിന് കറുത്ത പൊന്നിന്നുള്ളൊരു പേര് കൂടി ഉണ്ട്. അന്നൊക്കെ നല്ല വില ഉണ്ടായിന്. ഇപ്പോൾ വില ലേശം കുറവാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.